ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 16-ാം വാക്യം. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. യെരുശലേമിൽ നിന്നും റോമ സാമ്രാജ്യത്തിലേക്കുള്ള ക്രിസ്തു സഭയുടെ വളർച്ചയെ വിശദമാക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. വർത്തമാനകാല സഭയുടെ ദർശനത്തെ രൂപപ്പെടുത്തുന്നതിന് ഈ പുസ്തകം നമ്മെ സഹായിക്കുന്നു. എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ സുവിശേഷം സംവേദനം ചെയ്യാമെന്ന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു നല്ല മാതൃകയുണ്ട്. പൗലോസ് അപ്പോസ്തലന് പുഴക്കരയും കാരാഗ്രഹവും പ്രാർത്ഥനാ സ്ഥലവുമെല്ലാം സുവിശേഷ സംവേദനത്തിൻ്റെ ഇടങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് വെളിച്ചപ്പാടത്തിയായ സ്ത്രീക്ക് സൗഖ്യം നൽകുന്നതിനെ കുറിച്ചാണ്. ആ ഭാഗത്ത് നിന്ന് അവളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത്, അവൾ പറയുന്നത് സത്യമായിരുന്നു, എന്നാൽ അവളെ നയിച്ചിരുന്ന ആത്മാവ് അസത്യത്തിൻ്റെതായിരുന്നു. പ്രാർത്ഥനാ സ്ഥലം വെളിച്ചപ്പാടത്തി കൈയടക്കി വച്ചിരിക്കുകയായിരുന്നു. ഈ സ്ത്രീ യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുവാനുള്ള ഒരു ഉപകരണം മാത്രമായി അധപ്പതിച്ചു പോകുന്ന ദുരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവളുടെ സ്ത്രീത്വം അപമാനിക്കപ്പെട്ടു, അപഹരിക്കപ്പെട്ടു, അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു. നമ്മുടെ സമൂഹത്തിലും ഇത്തരത്തിൽ ധാരാളം സ്ത്രീകളും കുഞ്ഞുങ്ങളും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ ശബ്ദമുയർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ അവൾ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും വാസ്തവമായിരുന്നു, എന്നാൽ അവൾ പിശാചിൻ്റെ ബന്ധനത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറയുന്നു എന്ന്. തെറ്റായ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അവൾ പറയുന്നത് സത്യമായിരുന്നു. ഇവ തമ്മിൽ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. സത്യത്തെയും അസത്യത്തെയും തമ്മിൽ വേർതിരിച്ചറിയുവാൻ നമുക്ക് ഇടയാകണം. കാരണം എല്ലാ ആത്മീയ വാക്കുകളും ദൈവത്തിൽ നിന്നുള്ളതല്ല. സത്യത്തിൻ്റെ പ്രവൃത്തികളെ, സത്യത്തിൻ്റെ ചിന്തകളെ പരിശുദ്ധാത്മ സഹായത്തോടെ വേർതിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. കാരണം അവൾ അത്രയും നാൾ ജീവിച്ചത് പ്രാർത്ഥനാ സ്ഥലത്തിൻ്റെ അരികത്താണ്. ഇത്തരത്തിൽ നാം എവിടെ ആയിരിക്കുന്നുവെന്നും നമ്മെ നയിക്കുന്ന ആത്മാവ് ഏതാണ് എന്നും മനസ്സിലാക്കുവാനായിട്ട് എപ്പോഴും നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, യഥാർത്ഥ സ്വാതന്ത്ര്യം അത് യേശു കർത്താവിലൂടെ ലഭിക്കേണ്ടതാണ്. ഇവിടെ 18-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൾക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ സമയത്ത് തിരുവചനത്തിൽ പറയുന്നത് ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി എന്നാണ്. ആ നിമിഷത്തിൽ അവൾ സ്വതന്ത്രയായി തീരുന്നു. യേശു കർത്താവിൻ്റെ സ്വാതന്ത്ര്യം അത് മുടങ്ങാത്തതാണ്, മാത്രമല്ല അത് വൈകാത്തതുമാണ്. ആ നിമിഷത്തിൽ തന്നെ സൗഖ്യം അവിടെ സംഭവിക്കുന്നു. കൃത്യസമയത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും എന്നതിന് തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ ശാന്തമായി നമുക്ക് ചിന്തിക്കാം, ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എന്തെങ്കിലും ബന്ധനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? തെറ്റായ ഏതെങ്കിലും ശീലങ്ങൾക്ക് ഞാൻ അടിമയാണോ? നിരാശകൾ ഏതെങ്കിലും വിധത്തിൽ എന്നെ ബാധിച്ചിട്ടുണ്ടോ? അവയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. അത്തരത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഭവത്തിൽ ജീവിക്കുവാനും ക്രിസ്തുവിലൂടെയുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് ഓഹരിക്കാരുമാകുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ക്രിസ്തുവിലൂടെയുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ. ആമേൻ.